കേരളത്തിലെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയെ വളർത്താൻ ഒരു വലിയ പങ്ക് വഹിച്ച ഒരാളാണ് ഇന്നിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്, ദ അൾട്ടിമേറ്റ് പ്ലെയർ. Hi guys, Psycho here. Welcome to a new video. അപ്പം ഞാൻ ഈ സ്പോർട്സ് പ്ലെയർ ആയിട്ടാണ് ഇത് തുടങ്ങി. ദിവസം ഒരു 12 hours അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഈ ഫുട്ബോളൊക്കെ ഒരു മാച്ചിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിനു വേണ്ടി നമ്മൾ ഡെയിലി ഇരുന്ന് ഇത് ചെയ്യണം. കുറച്ചുകൂടെ ടീഡിയസ് ആണ്. ഫിസിക്കലി ആ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാന്നേ ഉള്ളൂ, പക്ഷെ മെന്റലി നമ്മൾ ഭയങ്കരമായിട്ട് വോൺ ഔട്ട് ആവും. ഒരു ഗെയിമർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഇപ്പോൾ PC ഗെയിംസ് ആണ്. ഒരു PC എടുത്ത് വെച്ചിട്ട് നല്ല നല്ല ഗെയിംസ് കളിച്ചില്ല എന്ന് പറഞ്ഞാൽ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത്രയും നല്ല ഗെയിംസ് മിസ് ഔട്ട് ചെയ്ത് ഒരു ഗെയിമിൽ മാത്രം അങ്ങനെ ഫോക്കസ്ഡ് ആയിരുന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ വേറെ ഒരുപാട് വെറൈറ്റി ഗെയിംസ് എനിക്ക് കളിക്കാൻ പറ്റുന്ന സമയത്തിരുന്ന് സ്ട്രീം ചെയ്ത് ഞാൻ ഈ ലാസ്റ്റ് ഒരു 4-5 months ഏകദേശം 10 ഗെയിംസോളം സ്ട്രീം ചെയ്തിട്ടുണ്ട്. ഗെയിമിൻ്റെ സ്റ്റൈല് കാരണം കളിക്കാതെ ഇരുന്ന് ഞാൻ. പക്ഷെ അത് കളിച്ചു കഴിഞ്ഞപ്പോൾ അതുപോലത്തെ ഒരു ഗെയിം ഞാൻ കളിച്ചിട്ടില്ല. ലാസ്റ്റ് തീരുമ്പോഴത്തേക്കും കരഞ്ഞു പോകും. ഒരു സിനിമ കാണുന്ന പോലെ തന്നെയാണ് ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്. ഇപ്പം ഇന്നലെ ഒരു കമൻറ്റ് കണ്ടു, ഇന്നലെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം റെസ്റ്റ്, 5 ദിവസം BGM, ഒരു ദിവസം വെറൈറ്റി ഗെയിം. ഞാൻ ഈ ഒരു ദിവസം വെറൈറ്റി ഗെയിം കളിക്കുകയാണെങ്കിൽ ഞാൻ എത്ര ദിവസം എടുക്കും ആ ഗെയിം തീർക്കാൻ? അപ്പം എനിക്കത് കോമഡി ആയിട്ട് തോന്നിയാ. ലൈക്ക് ആ ഒരു ഇമോഷന്റെ പുറത്ത് ആൾക്കാർ പറയുന്നത്. കാരണം BGM ഞാൻ അത്രമാത്രം ആലോചിച്ച് പഠിച്ച് കളിച്ചൊരു ഗെയിമാണ്. സ്കിൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ടോപ്പ് 1000 മേ ബി കാണത്തില്ല. പക്ഷെ എന്താ അത്രമാത്രം ഞാൻ പഠിച്ചിരുന്ന ഗെയിമാണ് അത്. ലൈക്ക് പല കാര്യങ്ങളും സ്കൂളിൽ പഠിച്ച പോലെ തന്നെ ഞാൻ ആ ഗെയിമിൽ ഹാർഡ് വർക്ക് ഉണ്ട് ബാക്കിൽ ഉണ്ട്. ഗെയിമിന്റെ മെക്കാനിക്സ് ഒക്കെ നോക്കുക. അങ്ങനെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി ഞാൻ നോക്കുന്ന സമയമൊക്കെ അളക്കുവാണ്. ഇങ്ങനെ ഒരു ബോംബ് എറിയുമ്പോൾ പൊട്ടാൻ എത്ര നേരം, കയ്യിൽ ഇരിക്കുമ്പോൾ എത്ര നേരം, അങ്ങനത്തെ അതിന്റെ ട്രജക്ടറി ഒക്കെ ഇത് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അല്ലാതെ എന്താ ചുമ്മാ റാൻഡം ആയിട്ടല്ല. അപ്പം കഴിവ് വെച്ച് നോക്കുമ്പോൾ BGM ഗിഫ്റ്റഡ് പ്ലെയർ ഒന്നുമല്ല. പക്ഷെ ആ കുറവ് മനസ്സിലാക്കിക്കൊണ്ട് അത് വേറെ രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കിയേ ഉള്ളൂ. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഈ സ്ട്രീമേഴ്സിൽ ഇപ്പൊ ഒരുപാട് കേരളത്തിലുണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും സൗഹൃദം കീപ്പ് ചെയ്യുന്നത് ആരായിട്ടാ? വളരെ കുറച്ച് പേര് മാത്രമേ സൗഹൃദമുള്ളൂ. വളരെ കുറച്ച് പേര്. ആരുടെ പേര് എടുത്ത് പറയുന്നില്ല, ആർക്കും ബുദ്ധിമുട്ടാവണ്ട. എടുത്ത് പറഞ്ഞ് ബാക്കിയുള്ളവരെ മെൻഷൻ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ആരുടെ എനിക്ക് എന്താ അങ്ങനെ സ്ട്രീമിംഗ് കമ്മ്യൂണിറ്റിയിൽ ഒരു കമ്പനി എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടില്ല. എൻ്റെ കൂടെ കളിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കൊണ്ടു കിടക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. അവരെ എനിക്ക് എപ്പോഴും കാര്യം. അത് ഞാൻ എങ്ങനെ പോയാലും അവർക്കോടെ ഞാനൊരു ഫ്യൂച്ചർ സെറ്റ് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു വാശിയാണ്. അത് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നു. ലൈക്ക് അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നവരെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അത് ഞാൻ എന്നെ അവരുടെ പേര് പറയുക അങ്ങനെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ എവിടെ പോയാലും ഞാൻ അത് ഇറ്റ്സ് ഇൻ മൈ മൈൻഡ്. അവർക്കൊരു ഫ്യൂച്ചർ സെറ്റ് ചെയ്യണം എന്നുള്ളത്. എന്നെ ഹെൽപ്പ് ഒരു പോയിന്റിൽ അവർ സമയം ഇരുന്ന് മെനക്കെടുത്തി കുറച്ച് പേരുണ്ടാവും. ഇപ്പോൾ കൂടെ കളിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പേര് പറയാന്നുള്ളത് ഒരാളുടെ മാത്രമേ പറഞ്ഞുള്ളൂ. ടുബോർഗ് എന്ന് പറഞ്ഞ ഒരു അഭിജിത്ത് ഉണ്ട്. അപ്പൊ ആള് എന്താ ഒരുപാട് കാര്യങ്ങളിൽ കൂടെ നിന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ഇതുണ്ട്. ആരുടെയും പേരല്ലാതെ പറയുന്നില്ല. എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. എല്ലാവരും പ്രിയപ്പെട്ടവരല്ല, ആരും പ്രിയപ്പെട്ടവരല്ല. എന്നെ പറയുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. കാലം മാറി, ഇനി അങ്ങോട്ട് എൻട്രി മസ്റ്റ്. സ്കില്ലിൽ മുന്നിൽ നിൽക്കാൻ മുന്നിലുണ്ട് ഇൻഡിമാൻഡ് കോഴ്സുകൾ. എൻട്രി, ഡൗൺലോഡ് ദി ആപ്പ് നൗ. കേരളത്തിൽ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി കൊണ്ടുവരാൻ ഒരു വലിയ പങ്ക് വഹിച്ച ഒരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്, ബ്ലൈൻഡ് സൈക്കോ. ആൻഡ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്ണർ ആയിട്ടുള്ള ഹരി ശങ്കറും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ BGMI നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് അതൊരു ഭയങ്കര ഒരു വിഷമമായിരുന്നു. സോ ഇപ്പോഴേ ഞങ്ങൾക്ക് ടെൻഷനാണ്, ഇപ്പോൾ ഫാൻ ഫോളോവേഴ്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ. സോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കാരണം എന്താണ്? BGMI നിർത്തുന്നു എന്ന് പറയാനുള്ള മെയിൻ റീസൺ ഈ പറഞ്ഞ പോലെ എന്താ
അത് സ്ട്രീം ചെയ്തിരിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു ടൈം ഉണ്ടല്ലോ. അപ്പം ഞാൻ ഈ സ്പോർട്സ് പ്ലെയർ ആയിട്ടാണ് ഇത് തുടങ്ങി. ഈ സ്പോർട്സ് പ്ലെയർ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഒരു 12 hours അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഈ ഫുട്ബോളൊക്കെ ഒരു മാച്ചിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിന് വേണ്ടി നമ്മൾ ഡെയിലി ഇരുന്ന് ഇത് ചെയ്യണം. കുറച്ചുകൂടെ ടീഡിയസ് ആണ്. ഫിസിക്കലി ആ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാന്നേ ഉള്ളൂ, പക്ഷേ മെന്റലി നമ്മൾ ഭയങ്കരമായിട്ട് വോൺ ഔട്ട് ആവും. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോബ്ലം, അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഉണ്ട് അതിന്. ഈ സ്പോർട്സ് അങ്ങനെ ഇരുന്ന് കളിക്കുക എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യരുത്. അല്ലാതെ ഓഡിയൻസ് കാണാൻ വേണ്ടി ഈ സ്പോർട്സ് ഇരുന്ന് കളിക്കുക എന്ന് പറയുന്നത് അത് നല്ലൊരു പരിപാടിയല്ല. അത് ഒരു മോശം മെസ്സേജ് കൊടുക്കത്തുള്ളൂ. കാരണം ഓഡിയൻസിനെ കൂട്ടാൻ വേണ്ടിയല്ല നമ്മളൊരു ഈ സ്പോർട്സ് കോമ്പറ്റീഷൻ കളിക്കുന്നത്. അത് ടോപ്പിലെത്തുക എന്നുള്ളതിന് വേണ്ടിയാണ്. ആ ഒരു ഡ്രൈവ് നമ്മൾക്ക് 100% ഇപ്പം ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരുപാട് വരും. അപ്പോൾ 100% കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ബെറ്റർ ഓപ്ഷൻ. അങ്ങനെ ഞാൻ BGMI കുറച്ച് നാൾ പിന്നെ അതല്ലാതെ നോർമൽ മാച്ചസ് ഒക്കെ സ്ട്രീം ചെയ്തു. പക്ഷേ സ്ട്രീം ചെയ്തിട്ടാണെങ്കിലും ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഒരു സ്പെസിഫിക് ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. ആ ചാലഞ്ച് തീർത്തപ്പോഴത്തേക്ക് ഇനി എന്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. കാരണം ഇത് ചുമ്മാ ഇങ്ങനെ ആയിരുന്നു ഒരു പർപ്പസ് ഇല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് അങ്ങ് ഒരു സുഖം തോന്നിയില്ല. ഈ എഞ്ചിനീയറിംഗ് എടുത്ത പോലത്തെ തന്നെ ഒരു സിറ്റുവേഷനാണ്. ഒരു പർപ്പസ് ഇല്ലാന്ന് ഫീൽ ചെയ്തു. കാരണം ഞാനത് എൻജോയ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്കാരെ എനിക്ക് എങ്ങനെ പിടിച്ചെടുത്താൻ പറ്റും എന്നുള്ളൊരു മെയിൻ കൺസേൺ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യം, ഒരു ഗെയിമർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഇപ്പോൾ PC ഗെയിംസ് ആണ്. ഒരു PC എടുത്ത് വെച്ചിട്ട് നല്ല നല്ല ഗെയിംസ് കളിച്ചില്ല എന്ന് പറഞ്ഞാൽ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത്രയും നല്ല ഗെയിംസ് മിസ് ഔട്ട് ചെയ്ത് ഒരു ഗെയിമിൽ മാത്രം അങ്ങനെ ഫോക്കസ്ഡ് ആയിരുന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ വേറെ ഒരുപാട് വെറൈറ്റി ഗെയിംസ് എനിക്ക് കളിക്കാൻ പറ്റുന്ന സമയത്തിരുന്ന് സ്ട്രീം ചെയ്ത്, ലൈക്ക് എല്ലാവർക്കും ഗെയിംസ് വാങ്ങാൻ പറ്റിയെന്നിരിക്കില്ല, ലൈക്ക് ഇരുന്ന് കളിക്കാനും പറ്റിയെന്നിരിക്കില്ല, PC ഉണ്ടാവില്ല, അല്ലെങ്കിൽ സമയം ഉണ്ടാകില്ല. പക്ഷെ അങ്ങനെ കാണാനിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ സ്ട്രീം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അത് വെറൈറ്റി ഗെയിംസ് പിടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് ഇപ്പോൾ BGMI ആയിരിക്കാം കൂടുതൽ ഏൺ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത്, വ്യൂവർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും. പക്ഷെ അങ്ങനെ അത് വെച്ചുകൊണ്ട് ലൈക്ക് പൈസയ്ക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല പരിപാടി. പക്ഷെ ഇഷ്ടമുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഒക്കെ തന്നെ വന്നോളൂ. ഈ പുതിയ പുതിയ ഗെയിമുകൾ ആളുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു ആഗ്രഹം കൂടിയുണ്ട്. എപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒരു ഗെയിം അല്ലാതെ തന്നെ പണത്തിനപ്പുറം ആളുകൾ പുതിയ ഗെയിമുകൾ ട്രൈ ചെയ്യണം, കളിക്കണം, അങ്ങനെ ആഗ്രഹമുണ്ടോ? ഉറപ്പായിട്ടും. ഞാൻ ഈ ലാസ്റ്റ് ഒരു 4-5 months ഏകദേശം 10 ഗെയിംസോളം സ്ട്രീം ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് ഗെയിംസ്. അതിൽ ഞാൻ എടുത്തു പറയേണ്ട കഴിഞ്ഞ കൊല്ലം ഗെയിം ഓഫ് ദി ഇയർ ക്ലിയർ ഒബ്സ്ക്യൂർ എക്സ്പെഡിഷൻ 33 എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. ആ ഗെയിമിൻ്റെ സ്റ്റൈല് കാരണം കളിക്കാതെ ഇരുന്നതാണ്. പക്ഷെ അത് കളിച്ചു കഴിഞ്ഞപ്പോൾ അതുപോലത്തെ ഒരു ഗെയിം ഞാൻ കളിച്ചിട്ടില്ല. അത്രയ്ക്ക് നല്ല, ലൈക്ക് അതൊരു ടീമിൻ്റെ പാഷൻ പ്രോജക്റ്റാണ്. വളരെ കുറച്ച് പേര് ചേർന്ന് അവരുടെ ഹാർട്ട് ആൻഡ് സോള് കൊടുത്ത് ഇത് ചെയ്തേക്കുന്നൊരു ഗെയിമാണ്. അത് ഭയങ്കര എന്താ, ലാസ്റ്റ് തീരുമ്പോഴത്തേക്കും കരഞ്ഞു പോകും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അതൊരു സിനിമ കാണുന്ന പോലെ തന്നെയാണ് ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ പോലെ ഈ BGMI അല്ലെങ്കിൽ അങ്ങനത്തെ ഹൈ ഒക്ടെയിൻ ഗെയിംസ് കളിക്കുമ്പോൾ അതിൻ്റെ ആ സ്പീഡും ആ ഒരു ഫണ്ണും കാരണമാണ് ആൾക്കാർ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഗെയിംസ് സ്ലോ ആണെങ്കിൽ കൂടി അതിൻ്റെ ആ ഇമോഷണൽ ആസ്പെക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ സിനിമ കാണാതിരിക്കുന്ന പോലെ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നമ്മൾ ഇത് ചെയ്യില്ല, റിഗ്രറ്റ് ചെയ്യില്ല. അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസാണ്. അങ്ങനെ ഒരുപാട് ഗെയിംസ്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത കളിക്കാൻ പോകുന്ന അങ്ങനത്തെ ഒരു ഗെയിമാണ് റെഡ് ഡെഡ് റിഡംഷൻ എന്ന് പറഞ്ഞ്, ഇതുവരെ കളിച്ചിട്ടില്ല, RDR2. അപ്പോൾ അത് കളിക്കും. അങ്ങനെ എല്ലാ നല്ല ഗെയിംസും ഇനി കളിക്കും. എനിക്ക് വെറൈറ്റി ഗെയിംസ് കളിക്കണം. BGMI കളിക്കുന്നതിലൂടെ ആ ആൾക്കാർ പിന്നീട് തിരിച്ചു പോകുക അതിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ വെറൈറ്റി ഗെയിംസ് കളിക്കാൻ ഒരു ചടപ്പാവും. കാരണം വന്ന് കോമെന്റ് ചെയ്യാൻ തുടങ്ങും, മറ്റത് മതി, ഇത് വേണ്ട. ഇപ്പം ഇന്നലെ ഒരു കോമെന്റ് കണ്ടു, ഇന്നലെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം റെസ്റ്റ്, 5 ദിവസം BGMI, ഒരു ദിവസം വെറൈറ്റി ഗെയിം. ഞാൻ ഈ ഒരു ദിവസം വെറൈറ്റി ഗെയിം കളിക്കുകയാണെങ്കിൽ ഞാൻ എത്ര ദിവസം എടുക്കും ആ ഗെയിം തീർക്കാൻ? അപ്പൊ എനിക്കത് കോമഡി ആയിട്ട് തോന്നിയാ, ലൈക്ക് ആ ഒരു ഇമോഷന്റെ പുറത്ത് ആൾക്കാർ പറയുന്നത്. കാരണം BGMI ഞാൻ അത്രമാത്രം ആലോചിച്ച് പഠിച്ച് കളിച്ചൊരു ഗെയിമാണ്. സ്കിൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ടോപ്പ് 1000 മേ ബി കാണത്തില്ല. പക്ഷെ എന്താ അത്രമാത്രം ഞാൻ പഠിച്ചിരുന്ന ഗെയിമാണ് അത്. ലൈക്ക് പല കാര്യങ്ങളും സ്കൂളിൽ പഠിച്ച പോലെ തന്നെ ഞാൻ ആ ഗെയിമിൽ ഹാർഡ് വർക്ക് ഉണ്ട് ബാക്കിൽ. ഉണ്ട്. ഗെയിമിന്റെ മെക്കാനിക്സ് ഒക്കെ നോക്കുക. അങ്ങനെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി ഞാൻ നോക്കുന്ന സമയമൊക്കെ അളക്കുവാണ്. ഇങ്ങനെ ഒരു ബോംബ് എറിയുമ്പോൾ പൊട്ടാൻ എത്ര നേരം, കയ്യിൽ ഇരിക്കുമ്പോൾ എത്ര നേരം, അങ്ങനത്തെ അതിന്റെ ട്രജക്ടറി ഒക്കെ ഇത് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അല്ലാതെ എന്താ ചുമ്മാ റാൻഡം ആയിട്ടല്ല. അപ്പം കഴിവ് വെച്ച് നോക്കുമ്പോൾ BGMI ഗിഫ്റ്റഡ് പ്ലെയർ ഒന്നും അല്ല. പക്ഷെ ആ കുറവ് മനസ്സിലാക്കിക്കൊണ്ട് അത്
വേറെ രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കിയെന്നേ ഉള്ളൂ. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതേ ഇത് തന്നെയാണ് ഞാൻ ലൈഫിൽ എവിടെ പോയാലും അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിവിന്റെ കാര്യത്തിൽ മേ ബി പുറകോട്ടായിരിക്കും, പക്ഷെ അത് ആൾക്കാർക്ക് തോന്നാതിരിക്കുക എന്നുള്ളതാണ് ആക്ച്വൽ കഴിവ്. അങ്ങനെ ആ ഒരു ലെവലിൽ എത്തിക്കുക എന്ത് ചെയ്താലും, അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഒന്നിലും ഗിഫ്റ്റഡ് അല്ല ഒരു കാര്യത്തിലും. എന്തെന്നാ മറ്റേ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് അറിയില്ലേ, അതില് വലിയ മെച്ചമില്ല. അല്ല, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ഈസ് ബെറ്റർ. ലൈക്ക് അത് പാർഷ്യലാണ്. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ ബട്ട് ബെറ്റർ ദാൻ മാസ്റ്റർ ഓഫ് വൺ. അത് ഫുള്ള് വരുമ്പോഴത്തേക്ക് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സിന്റെ ഒരു PG അല്ലാത്തൊരു വേർഷൻ ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്യാതിരുന്ന വെച്ചോണ്ടാ തുടങ്ങുന്നത്. എന്തായാലും അപ്പൊ ലൈക്ക് അതൊരു വലിയ മെച്ചല്ല. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സിന്റെ അർത്ഥം അറിയോ? ജാക്ക്, ക്വീൻ, കിങ്, ഏസ്. ആ ജാക്ക അറിയോ? ആ ജാക്ക. ജാക്ക് എന്ന് വെച്ചാൽ ഏറ്റവും പുറകിലല്ലോ ഈ മൂന്ന്. പക്ഷെ കോർട്ടിലേക്ക് മിസ്ഇന്റർപ്രിറ്റഡ് ആണ് കുറെ. ഈ ജാക്ക് എന്ന് വെച്ചാൽ ഏസ് ഓഫ് ഓൾ ട്രേഡ്സ് ആണ് മറ്റത്. എല്ലാത്തിലും കേമൻ. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് വെച്ചാൽ എല്ലാത്തിലും പോകാൻ. ഇപ്പൊ എവിടെ സൈക്കോ എവിടെ സൈക്കോ ആൾക്കാർ ചോദിക്കുമ്പോ എവിടെയും പോയിട്ടില്ല, ഞാൻ ഇവിടെ ഉണ്ട് എന്നാണ് ആ വീഡിയോ തുടങ്ങുമ്പോൾ പറയുന്നുണ്ടായത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യണമായിരുന്നു. കാരണം ഞാൻ എന്താ ചെയ്യുന്നതെന്ന്, ഈ ഗെയിം കളിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിക്കാൻ പോയോ, കല്യാണം കഴിഞ്ഞോ, ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞെന്നുള്ളതാണ് ഇപ്പൊ റീസെന്റ് കൂടുതലും വരുന്നത്. മേ ബി ബാക്കിയുള്ളവർ കല്യാണം കഴിക്കുന്നത് കൊണ്ടായിരിക്കും. എനിക്കറിയില്ല, കല്യാണം കഴിഞ്ഞില്ലല്ലോ. എനിക്ക് 25 വയസ്സായപ്പോ. 25 അതെ, 27 ആണെന്ന് തോന്നുന്നു. ഗൂഗിളിലുണ്ട്. ഗൂഗിളിലുണ്ട്. ഞാനും ഞെട്ടി. കണ്ട പറയില്ലല്ലേ? അതൊന്നും ഞാൻ പറയില്ല. ഒന്നും മിണ്ടണില്ല. അപ്പൊ ഞാൻ ഈ ഇതിന്റെ ആൻസർ ഞാൻ ഇപ്പോഴും കുട്ടി നിക്കറിട്ടാണ്ടാ വീട്ടിൽ കിടക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു 4 കൊല്ലം കഴിയുമ്പോ നിക്കറിട്ട് കിടക്കുന്ന കൊച്ചിനെ നോക്കാനുള്ള മെച്യൂരിറ്റി ആയിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പൊ അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ വീഡിയോ ഇട്ടേ. പക്ഷെ ആ വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയും പേർക്ക് അത് മനസ്സിലാകുന്ന ഞാൻ വിചാരിച്ചില്ല. കാരണം എന്റെ കംപ്ലീറ്റ് എന്താ ഒരു ഓണസ്റ്റ് ഒരു കാര്യമാണ് ഞാൻ ആ വീഡിയോ പറയുന്നത്. അത് ആൾക്കാർക്ക് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ബെറ്റർ ആയിട്ട് മനസ്സിലായി. മേ ബി പഴയ ആ ഒരു കാര്യം മെൻഷൻ ചെയ്തുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടായിരിക്കാം. ബട്ട് ആൾക്കാരത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ ആ ബ്രാൻഡിന്റെ ചെറിയൊരു ഇത് ഞാൻ മെൻഷൻ ആ വീഡിയോ കൊടുത്തിട്ടുള്ളൂ. എന്നിരുന്നാലും ആ എന്താ ബ്രാൻഡിനുള്ള ഒരു വിസിബിലിറ്റി അത് കൊടുത്തു. അതുവഴിയാണ് ഇന്റർവ്യൂ ആക്ച്വലി ഉണ്ടായത്. എന്നെ ശ്രീലാലേട്ടൻ മെസ്സേജ് അയച്ചത് സീറോ സിഗ്നലിന്റെ കാര്യം ചോദിച്ചത് ആ ഒറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് വെച്ചു. ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് ആ വീഡിയോ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒരുപാട് ആലോചിച്ചു ഇതെങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാക്കും ഈ ഒരു കാര്യം. കാരണം ഒരു 2020 സ്റ്റക്കായ പോരാ, നമ്മൾ മുന്നോട്ട് പോകണം. ആൾക്കാരെ നോക്കുമ്പോൾ ഞാനൊരു PUBG പ്ലെയർ എന്നൊരു ഇതായിരിക്കും, പക്ഷെ അതിൽ കൂടുതലാണ്. എനിക്ക് പേഴ്സണലി അതിൽ ഒതുങ്ങി നിന്നാൽ പോരാ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ചെയ്യാനൊരു സ്പേസ് വേണമല്ലോ. അപ്പൊ അതിനാ ഒരു കൊക്കൂൺ ബ്രേക്ക് ചെയ്യണം. PUBG പ്ലെയർ എന്നുള്ള ഒരു കൊക്കൂണിൽ ഒതുങ്ങി നിന്നാൽ പോരാ, അത് ബ്രേക്ക് ചെയ്യണം. അതിലെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഭാഗ്യം കൊണ്ട്. പക്ഷെ അതിനർത്ഥം അതിൽ മാത്രം നിന്നാൽ പോരാന്നല്ല, ബാക്കിയുള്ള ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യണം. മേ ബി ഞാൻ നല്ലൊരു വില്ലൻ ആയാലോ പറയാൻ പറ്റില്ല. മേ ബി ഒരു പൊളിറ്റീഷ്യൻ ആകാം, ബിസിനസ്മാൻ ആകാം, എന്ത് വേണേ ആകാം. ഞാൻ ഫാഷൻ ആകാം, ബിഗ് ബോസ് വിന്നർ ആവാം, എന്ത് വേണേ ആകാം. ആഗ്രഹമുണ്ടോ? എന്ത് വേണേ ആകാം. ലൈക്ക് ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചാ ബിഗ് ബോസ് വിളിച്ച പോവോ? മേ ബി എക്സ്പ്രഷനിലുണ്ട് എല്ലാതൊക്കെ. പിന്നെ എല്ലാവർക്കും ഗെയിമിങ് കൊടുക്കാം. അവിടെ ചുമ്മാ ഇരിക്കുന്നവരും നമ്മുടെ PC ത്രൂ ഗെയിം കളിക്കട്ടെ. അല്ല, ഈ 2026 ഫോൺ യൂസ് ചെയ്യാന്ന് പറഞ്ഞ ഒരിക്കലും ഒരു കുറവല്ലല്ലോ ഇപ്പൊ. അത് ആൾക്കാരിൽ വിസിബിലിറ്റി കൊടുക്കാൻ ഇത്രയും നല്ലൊരു സംഭവം വേറെ ഇല്ല. ഗംഗ എന്ന് പറഞ്ഞ പാട്ട് പാടിയ യേശുദാസ് സാറിനേക്കാൾ എത്രയോ ഗ്ലോബൽ റീച്ച് ആണ് ആ പാടിയ ചേട്ടന് കിട്ടിയേക്കുന്നത്. എത്ര ബ്രാൻഡ് ഡീൽസാ കിട്ടിയേക്കുന്നതെന്ന് അറിയോ? കഴിഞ്ഞ ദിവസം ഒരു കൊറിയൻ പുള്ളിക്കാരത്തി ഗംഗ പാട്ട് പാടി ഈ ഒറ്റ വീഡിയോ കണ്ടോണ്ട്. ഡുവലിംഗോയുടെ ആഡ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പൊ വൈറലാവാൻ 2026 ഐ ഡോണ്ട് തിങ്ക് ഒരു പ്ലാൻ വേണ്ട. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ആ എൻജോയ്മെന്റ് കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതാവും. ഇത് എവിടെ പോയാലും ഒരു ആൾക്കാര് ഒരു ഓറ ഉണ്ട് ആൾക്ക്. ഈഗിളിന്റെ കല്യാണത്തിന് പോയ സമയത്ത് ക്യാമറ മുഴുവൻ ഇവിടെയായിരുന്നു. അത് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എപ്പോഴും ഒരു ഓറ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാരും നമ്മളെ ശ്രദ്ധിക്കുന്നു. എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ മാക്സിമം പുറകോട്ട് നിൽക്കുന്ന ഒരു കൂട്ടത്തില്ല.
പിന്നെ ദൈവം തന്നത് തന്നെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം? ലാലേട്ടനൊക്കെ എന്നാ മനെ ഈ സ്ട്രീമിംഗ് ഓഡീഷൻ നടക്കും. ഈ സ്ട്രീമേഴ്സിൽ ഇപ്പൊ ഒരുപാട് കേരളത്തിലുണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും സൗഹൃദം കീപ്പ് ചെയ്യുന്നത് ആരായിട്ടാ? ഈക്വലായിട്ട് എനിക്ക് വളരെ കുറച്ച് പേര് മാത്രമേ സൗഹൃദമുള്ളൂ. വളരെ കുറച്ച് പേര്. ഞാൻ ആരുടെ പേര് എടുത്ത് പറയുന്നില്ല, ആർക്കും ബുദ്ധിമുട്ടാവണ്ട. എടുത്ത് പറഞ്ഞ് ബാക്കിയുള്ളവരെ മെൻഷൻ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ആരുടെ എനിക്ക് എന്താ അങ്ങനെ സ്ട്രീമിംഗ് കമ്മ്യൂണിറ്റിയിൽ ഒരു കമ്പനി എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടില്ല. എൻ്റെ കൂടെ കളിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കൊണ്ടു കിടക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്, അവരെ എനിക്ക് എപ്പോഴും കാര്യം. അത് ഞാൻ എങ്ങനെ പോയാലും അവർക്കോടെ ഞാനൊരു ഫ്യൂച്ചർ സെറ്റ് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു വാശിയാണ്. അത് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നവരെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അത് ഞാൻ എന്നെ അവരുടെ പേര് പറയുമോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ എവിടെ പോയാലും ഞാൻ അത് ഇറ്റ്സ് ഇൻ മൈ മൈൻഡ്, അവർക്കും ഒരു ഫ്യൂച്ചർ സെറ്റ് ചെയ്യണം എന്നുള്ളത്. എന്നെ ഹെൽപ്പ് ഒരു പോയിന്റിൽ അവർ സമയം ഇരുന്ന് മെനക്കെടുത്തി കുറച്ച് പേരുണ്ടാവും. ഇപ്പോൾ കൂടെ കളിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പേര് പറയാന്നുള്ളത് ഒരാളുടെ മാത്രമേ പറഞ്ഞുള്ളൂ. ടുബോർഗ് എന്ന് പറഞ്ഞ ഒരു അഭിജിത്ത് ഉണ്ട്. അപ്പൊ ആള് എന്താ ഒരുപാട് കാര്യങ്ങളിൽ കൂടെ നിന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ഇതുണ്ട്. ആരുടെയും പേരല്ലാതെ പറയുന്നില്ല. എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. എല്ലാവരും പ്രിയപ്പെട്ടവരല്ല, ആരും പ്രിയപ്പെട്ടവരല്ല. എന്നെ പറയുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. നമ്മളിപ്പോ ലൈവിലൊക്കെ കാണുന്ന ഒരു സൈക്കോ ഉണ്ടല്ലോ, ഈ നേരിട്ട് കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വീട്ടിൽ എങ്ങനെയാണോ ഞാൻ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ ലൈവിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ എങ്ങനെയാ നേരിട്ടായപ്പോഴും അവിടെ കണ്ട ലൈവ് നേരിട്ട് ഉള്ള സൈക്കോമിൽ വ്യത്യാസം എങ്ങനെയാ ലൈവിൽ കണ്ടിട്ടോ? നേരിട്ട് ആക്ച്വലി കുറച്ചും കൂടെ എന്താണ് വാക്കുകളില്ലാതെ വാക്കുകളില്ലായിരിക്കും. പൊതുവെ ഇച്ചിരി പ്രശ്നമാണ്. ദേഷ്യത്തിന് നല്ല ലൈക്ക് ഇപ്പം എനിക്കാണെങ്കിൽ ഞാൻ സൈക്കോനെ പരിചയപ്പെടുന്ന ടൈമിൽ ഞാനും സൈക്കോ തമ്മിൽ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്ലയന്റ് കസ്റ്റമർ ആ ഒരു റിലേഷൻ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് ബിസിനസ്സിലോട്ട് വരുമ്പോഴത്തേക്ക് ഒബിയസ്ലി ആ ഒരു സ്വിച്ച് ചെയ്യാൻ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പം പൊതുവെ ഇപ്പം ചില കാര്യങ്ങളൊക്കെ തുറന്നടിച്ച് പറയും. എനിക്കങ്ങനെ ഞാൻ പൊതുവെ പറയാറില്ല. അപ്പം നമ്മൾ ഇതിന് മുന്നേ ബിസിനസ് ചെയ്ത ആൾക്കാരോടൊക്കെ നമ്മൾ തുറന്നടിച്ച് നടക്കത്തില്ല എന്നുള്ള ഇത്. പക്ഷെ ആ ഒരു ഇത് കിടക്കുന്ന കാരണം സൈക്കോയുടെ പിന്നെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇച്ചിരി ഡിഫിക്കൽട്ട് ടു വർക്ക് വിത്ത് ആണ്. പക്ഷെ ആക്ച്വലി ഇത് നല്ലതാണ്. ലൈക്ക് ഇപ്പം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഇത് വരുമ്പോഴത്തേക്ക് നമ്മളത് സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെ നിൽക്കണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ ക്വാളിറ്റീസ് ഉണ്ട്. അപ്പം അത് ചില ടൈമിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഐഡിയാസ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ടൈമിൽ ഫ്രിക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഇൻ എ വേ അത് ബെറ്റർ ആണ്. ഓക്കെ, ഇപ്പം അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഫീഡ്ബാക്ക് തുടങ്ങിയത് അങ്ങനല്ല ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പം അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ട് ആ തുടക്കത്തിലുള്ള ഫ്രിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെ അത് കുഴപ്പമില്ല അല്ലേ. ഇപ്പൊ ഈ 25 വയസ്സിൽ ഇപ്പൊ ആഗ്രഹിച്ച ഒരു സക്സസ് ആയിട്ടുള്ള സ്റ്റേജിൽ നിൽക്കല്ലേ? 25 അല്ല, ഞാൻ ഈ ഓഗസ്റ്റ് 25 26 ആവുന്നേ. ആരാ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ നേരത്തെ ക്യാമറ നോക്കി 25 ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഓഗസ്റ്റ് 25 2000 പോണ. അപ്പം ഏജ് കാൽക്കുലേറ്റ് എളുപ്പമല്ലേ? അതെ, കറക്റ്റ് ആണ്. 26 പറഞ്ഞതാണ് എന്റെ ഒരു ഓർമ്മ. ഓഗസ്റ്റ് 26. എന്റെ അച്ഛനും അമ്മയും 1999 മാരേജ് ഉണ്ടായത്. എന്റെ വിശ്വാസത്തിൽ അവരുടെ മാരേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടായത്. അപ്പൊ നിങ്ങള് എന്റെ ഏജ് മാറ്റി പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 25 അല്ലാതെ നിങ്ങള് ക്യാമറ കൈ കാണിച്ചു കഴിഞ്ഞാൽ എന്റെ ആധാർ കാണിക്കാറുണ്ട്. പൊതുവെ ആധാർ ആരും കാണിക്കാറില്ല. അല്ല, ഒരു യൂഷ്വലി ഇപ്പൊ സോറി ടു സേ ബട്ട് ഒരു ഫീമെയിലിന് അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഏജ് പറയാനായിട്ട്. പക്ഷെ ആണുങ്ങൾക്ക് അതിന്റെ ഒരു ഇതുണ്ടോന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ മറച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ചർമ്മം കണ്ടാ പ്രായം തോന്നിക്കില്ല. ഞാൻ 25 ആണ്. ഈ ഓഗസ്റ്റ് 25 26 വയസ്സാവും. ഞാൻ കുറച്ച് മാസങ്ങൾ മുന്നേ 29 ആയിരുന്നു. പിന്നാണ് മനസ്സിലായി എനിക്ക് 27 വയസ്സുള്ളൂ. 27 ഉള്ളോ? അത് 29 ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് സിസ്റ്റം ഉണ്ട്. നിങ്ങളുടെ നാട്ടിലെങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും. ഈ 25 വയസ്സിൽ ഇത്രയും സക്സസ്ഫുള്ളി നിൽക്കുന്ന ഒരാളല്ലേ, ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ ചെയ്തു. ആഗ്രഹം തീർന്നിട്ടില്ല, ഇനിയുണ്ട്. എങ്കിലും പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ഒരു സെറ്റിൽമെന്റ് ഒരു ടൈം ഉണ്ടല്ലോ, 25 ആകുമ്പോൾ
നമ്മൾ ആഗ്രഹിച്ച ഒരു സ്റ്റേജിൽ എത്തണം, കാരണം ഏജ് കൂടാണ്, കുറേ പ്രാരാബ്ദം ഉണ്ടാവും, കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ടാവും. ഈ ഒരു ഏജിൽ ആഗ്രഹിച്ച ഒരു ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? അതിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട്, കളിച്ച് നടക്കാതെ അത് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെ അത് കാണുന്നത് ആ യാത്ര? ഞാൻ ഒരിക്കലും സക്സസ്ഫുൾ ആണെന്ന് പറയത്തില്ല കേട്ടോ. കാരണം അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നിൽക്കും, നമ്മളുടെ ആ ഫ്ലോ അങ്ങ് നിൽക്കും. പിന്നെ അങ്ങ് ആ ഒരു പ്ലേറ്റോ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മുകളിലോട്ട് പോകാൻ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. ഞാൻ ഒരിക്കലും സക്സസ്ഫുൾ ആണെന്ന് ഞാൻ പറയത്തില്ല. ചെയ്ത കാര്യം ക്ലിക്കായി, അതുകൊണ്ട് കുറേ ആൾക്കാർ കൂടി, ലൈക്ക് കുറേ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ശരിയാണ്. പക്ഷേ സക്സസ് എന്നുള്ള ഞാൻ ഒരിക്കലും അത് വെച്ച് ഡിഫൈൻ ചെയ്യത്തില്ല. പിന്നെ ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, റിസ്ക് എടുക്കാൻ പറ്റുന്ന ഏജിൽ റിസ്ക് എടുക്കുക. ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തായിരുന്നുണ്ടെങ്കിൽ പ്രോബബ്ലി ഞാൻ ഫിനാൻഷ്യലി കുറച്ചുകൂടെ സെക്യൂർ ആയേനെ, മേ ബി ഇൻ 10 years. കാരണം ഒരു ജോബ് ലാൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പേഴ്സണലി. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് ഇത് തോന്നിയില്ല, ഒരു ഹരം തോന്നിയില്ല സത്യം പറഞ്ഞാൽ. ഈ റിസ്ക് എടുക്കുന്നതിലുള്ള ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, ഹൈ റിസ്ക് ഹൈ റിവാർഡ് എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ, ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. ആൻഡ് വീട്ടിൽ ഫോർച്ചുനേറ്റ്ലി ആ ഒരു പ്രശ്നമില്ല. കാരണം ഇങ്ങനെ ഞാൻ പറഞ്ഞ ക്വാളിറ്റീസിൻ്റെ ഒരു എൻഹാൻസ്ഡ് വേർഷനാണ് അച്ഛനുള്ളത്. അപ്പം അങ്ങനത്തെ കുറേ ക്വാളിറ്റീസ് പിടിച്ചു വെച്ചേക്കുന്ന ഒരാളായതുകൊണ്ട് ആൾക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം എനിക്കറിയാം. ആ ക്വാളിറ്റീസ് വെച്ചുകൊണ്ട് മാത്രം, അതായത് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഹൈ സ്കിൽ സെറ്റോ വെച്ചുകൊണ്ടല്ല, പക്ഷേ ഉണ്ടാക്കിയെടുത്ത ഒരു ഇത് വെച്ചുകൊണ്ട്, സ്കിൽ സെറ്റ് വെച്ചുകൊണ്ട്, അല്ലാതെ വീട്ടിൽ ഫിനാൻഷ്യലി പാരമ്പര്യമായിട്ടുള്ള സ്വത്തോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വെച്ചുകൊണ്ടല്ല. അപ്പോൾ ആ ഒരു സക്സസ് എന്താണെന്നുള്ളത് എനിക്കറിയാം. വാല്യൂസ് വിടാതെ വിർച്യൂസ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പവറുണ്ട്. ആ നിൽക്കുന്ന വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന റെസ്പെക്റ്റ് ഉണ്ട്. അത് നമുക്ക് ഏൺ ചെയ്യാൻ മാത്രം പറ്റുന്ന കാര്യമാണ്, ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എത്ര പൈസ ഉണ്ടാക്കിയാലും നമുക്കത് ഒരിക്കലും ആൾക്കാരോട് ഡിമാൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല, അത് കിട്ടത്തില്ല അങ്ങനെ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഞാൻ ഏത് ജോബ് ചെയ്യുന്നു എന്നുള്ളതല്ല, ഞാനാണത് ചെയ്യുന്നതെന്നുള്ളത് വഴിയാണ് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണ്ടേ എന്ന് ഞാൻ കൊച്ചിലെ തീരുമാനിച്ച കാര്യമാണ്. അത് മേ ബി വീട്ടിൽ ഫിനാൻഷ്യലി ഇപ്പം നമുക്ക് എന്തെങ്കിലും, ഞാൻ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് കൊച്ചിലെ വാശി പിടിച്ചിട്ടുണ്ട്. അതായത് അച്ഛനോടും അമ്മയോടും എനിക്ക് ഇന്ന ബ്രാൻഡിൻ്റെ ഷർട്ട് വേണമെന്ന് പറഞ്ഞു ഞാൻ നല്ല വാശി പിടിച്ചിട്ടുണ്ട്. വീട്ടിൽ ഞാൻ മാത്രം അങ്ങനെ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. അതപ്പോൾ അങ്ങനെ വാശി പിടിക്കാൻ പാടില്ലായിരുന്നു, കാരണം അതൊരു നല്ലൊരു പ്രവണതയല്ലായിരുന്നു. പാരൻസിന് അങ്ങനെ ഒരു പ്രഷർ കൊടുക്കുക എന്ന് പറയുന്നത്, അത് കിട്ടിയില്ലെങ്കിൽ അതിനും മാത്രം പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ലൊരു മകൻ്റെ ഒരു ഇതല്ലായിരുന്നു. പക്ഷേ ഇൻടേൺ എനിക്കത് ഗുണം ചെയ്തു. കാരണം അവരെ അത് എനിക്ക് കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ അത് മേടിച്ചെടുക്കും എന്നുള്ളത് ഞാൻ 18 വയസ്സിൽ ഞാൻ തീരുമാനിച്ചു. ഇനി ഞാൻ വീട്ടിൽ ഡിപ്പെൻഡൻ്റ് ആവരുത് എന്നുള്ള രീതിയിൽ ഞാൻ വാശി പിടിച്ചിട്ടും കൂടിയാണ് ഞാൻ ഇത് തുടങ്ങി. പക്ഷേ ആ ഗെയിം കളിക്കാൻ തുടങ്ങിയതിൽ ഒരിക്കലും പൈസ എന്നും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല അത് കിട്ടുമായിരുന്നു എന്നുള്ളത്. ആ ചെയ്ത സംഭവം ഫുള്ളി ഡിവോട്ടഡ് ആയിട്ടിരുന്നതും കൊണ്ട് പിന്നെ പുറകെ വന്നതാണ്. അത് ഞാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഞാൻ കൊടുക്കുന്നത്. ചെയ്യുന്ന കാര്യം 100% നിങ്ങൾ ഇൻവോൾവ് ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും സക്സസ്ഫുൾ ആണ്, ആർക്കും തടയാൻ പറ്റത്തില്ല. യു ഹാവ് ടു ഫോളോ വാട്ട് എവർ യു ആർ ട്രൈങ് ടു ഡു. ബട്ട് അത് നമ്മൾ 100% കൊടുക്കണം. വേറൊരാൾ ഇത് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാൻ PUBG കളിച്ചിട്ട് പിന്നെ യൂട്യൂബറായി കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പഴയ ഫ്രണ്ട്സിനെ കാണുമ്പോൾ 1-2 ഫ്രണ്ട്സ് എല്ലാവരും കുറച്ച് പേര് പറയും, PUBG കളിച്ചാൽ മതിയായിരുന്നു. ശരി, അതെപ്പോഴും ആൾക്കാർ പറയുന്നു. കാരണം അപ്പം ഞാനിങ്ങനെ ചിരിച്ചു കളയും. പക്ഷെ ആക്ച്വലി അത് അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ മറ്റേ ക്രിക്കറ്റ് കളിച്ച് കഴിയുമ്പോൾ ക്രിക്കറ്റ് കളിച്ചാൽ മതിയായിരുന്നു ആ ഒരു പോലെയല്ല. ലൈക്ക് എല്ലാത്തിലും ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താലും ആ ചെയ്യുന്ന കാര്യത്തിൽ ഫുള്ളി ഇൻവോൾവ് ആവുന്നവരെ ക്ലിക്ക് ആവുന്നുള്ളൂ. അല്ലാതെ PUBG കളിച്ചാൽ എത്ര പേർക്ക് യൂട്യൂബർ ആവാൻ പറ്റി? യൂട്യൂബർ ആകാൻ നോക്കി എത്ര പേർക്ക് ചെയ്യാൻ പറ്റി? വളരെ കുറച്ച് പേർക്കേ പറ്റിയിട്ടുള്ളൂ. വേറൊരാളൊരു സംഭവം ചെയ്യുന്നത് കണ്ടുകൊണ്ട് അതേ സംഭവം നമ്മൾ ഫുള്ളി ഇൻവോൾവ് അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കില്ല. എനിക്ക് ആ സംഭവം ചെയ്യുന്നതിൽ 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ എന്തെങ്കിലും അതിലായി തീരാൻ പറ്റത്തുള്ളൂ. ഇഷ്ടവും വേണം അതിൽ ചെയ്യുന്ന കാര്യത്തിൽ. ഇഷ്ടമുണ്ടെങ്കിലല്ലേ ചെയ്യാൻ മുതിരുള്ളൂ. ചില ആളുകൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, ലൈക്ക് ആ ഒരു ഇതിന് വേണ്ടി. ലൈക്ക് ഇപ്പം ചില ആൾക്കാർ ഈ കോവിഡ് ടൈമിൽ ഈ റീൽസ് ചില ചുമ്മാ എന്തെങ്കിലും ഡാൻസ് കളിച്ച് റീൽസ് കളിച്ചിരുന്നാൽ മതിയായിരുന്നു എന്ന അത് എല്ലാത്തിലും ഉള്ളത്. വേറൊരാളുടെ സക്സസ് കാണുമ്പോൾ അത് നമുക്ക് ഒരു തോന്നലുണ്ടാവും. എൻവി എന്ന് പറയുന്നതിന് ആ ക്വാളിറ്റി, ആ ഒരു ക്വാളിറ്റി അല്ല, ദൂഷ്യ സ്വഭാവമാണ്. എൻവി എന്ന് വെച്ചാൽ അസൂയല്ല, പക്ഷെ ഞാനായിരുന്നു ആ സ്ഥലത്ത് എങ്കിൽ എനിക്ക് ആ ബെനിഫിറ്റ്സ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു. ലൈക്ക് അസ് ഇൻ ദെയർ ഷൂസ്. ബട്ട്
എംപതിക്ക് പകരം എൻവി എന്ന് അതിനെ പറയുന്നത്. NP. ഇതിൽ ഇപ്പോൾ ഈ ഹരി പറഞ്ഞ പോലെ ഒരു മെയിൻ സംഭവം ഇക്കിഗ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്. 4 സർക്കിൾസാണ് ഉള്ളത് നമ്മൾ ചെയ്യുന്ന ജോബിനെ ഡിഫൈൻ ചെയ്യാനായിട്ട്. ലൈക്ക് ഒരു ജാപ്പനീസ് കോൺസെപ്റ്റ്. അതിലെ 4 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന ജോലി എനിക്കിഷ്ടമാണോ, ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാൻ നല്ലതാണോ, ഞാൻ ചെയ്യുന്ന ജോലി ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, അത് ചെയ്യുന്ന ജോലി എനിക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും തരുന്നുണ്ടോ, ലൈക്ക് ഇസ് ഇറ്റ് പേയിങ് മീ. ഈ 4 കാര്യങ്ങൾ. അതിൽ ഏറ്റവും 3 ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് ഇഷ്ടമാണോ, ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് ഫിനാൻഷ്യലി പേ ചെയ്യുന്നുണ്ടോ, ആൻഡ് ചെയ്യുന്ന ജോലിയിൽ ഞാൻ നല്ലതാണോ. ഈ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ ലൈക്ക് ചെയ്യുന്ന ജോലി ഇതിനെ ആൻസർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇക്കിഗ എന്നുള്ള സ്റ്റേറ്റായി. 4ാമത്തെ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നതാണ്, ചെയ്യുന്ന കാര്യം സൊസൈറ്റിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ, അതായത് വേൾഡിൽ എന്തെങ്കിലും ഇസ് ഇറ്റ് കോൺട്രിബ്യൂട്ടിങ് സംതിങ് ടു ദ വേൾഡ്. അപ്പോൾ ഈ 4ാമത്തത് ഐ ഡോണ്ട് തിങ്ക് അത്ര റെലവൻ്റ് അല്ല ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ. ഈ 4 കണ്ടീഷൻസും കൂടി വന്നു ചേരുന്ന വെൻ ഡയഗ്രത്തിൻ്റെ നടുക്കത്തെ പോർഷനെയാണ് ഇക്കിഗ എന്ന് പറയുന്നത്. ഇപ്പോൾ ഷിജിനയുടെ കാര്യം, ഷിജിന എന്ന് തന്നെയല്ലേ പ്രൊണൗൺസിയേഷൻ വരുന്നത്, കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യം ഇന്റർവ്യൂ എടുക്കുന്നത് ഇഷ്ടമാണോ, പേ ചെയ്യുന്നുണ്ടോ, യെസ്, നല്ലതാണോ ചെയ്യുന്ന കാര്യത്തിൽ, മേ ബി. 4ാമത്തെ കാര്യം, വേൾഡിന് അതെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, പ്രോബബ്ലി നോട്ട്, ബട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഷിജിനയുടെ ഇക്കിഗായ് ആ 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നുണ്ട്. ലൈവ് പോലെ എനിക്ക് തോന്നണേ. അപ്പോൾ അതാണ് ലൈക്ക് ഓരോ ആൾക്കാരും ചിലർക്ക് ചില ഇത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. പേ ചെയ്യുന്നുണ്ടാകും, ദേ മൈറ്റ് ബി ഈവൻ ഗുഡ് അറ്റ് ഇറ്റ്, ബട്ട് എൻജോയ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് എത്തത്തില്ല. ഇക്കിഗ എന്ന് പറയുന്ന സ്റ്റേറ്റ് എത്തത്തില്ല. ഇപ്പോൾ ലെറ്റ്സ് ഞാൻ BGMI ഇത് ചെയ്യുന്ന കാര്യം എനിക്ക് പേ ചെയ്യുന്നുണ്ട്, ഐ എം ഗുഡ് അറ്റ് ഇറ്റ് ഓൾമോസ്റ്റ്, കുഴപ്പമില്ലാതെ, പക്ഷേ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ 2026 ചുമ്മാ ഇരുന്ന് കളിക്കുന്നത് നോ, ഞാൻ എൻജോയ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. കാരണം ഇത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാരണം ഞാൻ എൻജോയ് ചെയ്താലേ കാണുന്നവർ എൻജോയ് ചെയ്യത്തുള്ളൂ. എനിക്ക് ഉള്ള ഫീലിങ്സ് എൻ്റെ മുഖത്തപ്പം തന്നെ വരും. അപ്പം ഞാൻ ബോർഡാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ബാക്കിയുള്ളവരെ പിടിച്ചിരുത്തുന്നത്? പറ്റത്തില്ലല്ലോ. പക്ഷേ ഐ തിങ്ക് ആൾക്കാരൊന്നും ബാക്കി ഗെയിംസ് ഞാൻ കളിക്കുന്നത് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മേ ബി അവർക്ക് മനസ്സിലാവും. ഒരുപാട് നല്ല ഗെയിംസ് കളിക്കാൻ നോക്കുന്നുണ്ട്, അതും മോശമല്ലാത്ത ഭാഷയിലുമാണ്. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം TV വെക്കാൻ പറ്റുന്ന ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്ന ഒരു സ്ട്രീമാണ്. ലൈക്ക് ഈ സ്ട്രീം TV വെക്കാൻ ഒരു മടിയില്ലാതെ വെക്കാം. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതിൽ ഒരുപാട് അമ്മമാർ നല്ലത് പറയുന്നു, കുറേ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര അച്ചീവ്മെൻറ്റാണ്. ലൈക്ക് ഇന്ന ആളുടെ സ്ട്രീമാണേലേ അമ്മമാരെ കാണാൻ സമ്മതിക്കൂ എന്ന് പറയുന്നൊരു കോമൻസ് കുറേ കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും നമുക്ക് എന്താ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ദാറ്റ് സ്പീക്സ് വോളിയൂംസ് ആ കാര്യം. ഇപ്പോൾ ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു ഫാൻ മൂവ്മെന്റ് ഉണ്ടോ കണ്ടില് എപ്പോഴും മെമ്മറബിൾ ആയിട്ട് ഓർത്ത് വെക്കുന്ന അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടോ? ഒരുപാടുണ്ടെന്ന് വെച്ചാൽ കയ്യും കണക്കില്ലാതെ ഉണ്ട്. എന്താ അത് ബോസ്റ്റ് ചെയ്യുമല്ല, പക്ഷേ ഈ ഫാൻ മൂമെന്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അഡ്ലക്സിൽ പബ്ജിയുടെ ഒഫീഷ്യൽ ഈവൻറ്റ് വന്ന സമയത്ത് ഞാൻ പോയപ്പോൾ, ആക്ച്വലി പബ്ജിന്ന് ബ്രേക്ക് എടുത്തിരുന്ന ഒരു സമയത്താണ് ഞാൻ പോയത്. പബ്ജിയുടെ ഒഫീഷ്യൽ ഈവൻറ്റ് ഇവിടെ കൊച്ചിയിലുണ്ടായിരുന്നു. അന്ന് 3ാമത്തെ ദിവസം ഞാൻ പോയത്. ഫസ്റ്റ് 2 ഡേ പോകാൻ പറ്റിയില്ല. 3ാമത്തെ ദിവസമായിരുന്നു ആക്ച്വലി ഓഡിയൻസ് ഉണ്ടായിരുന്ന ദിവസം. അപ്പോൾ അന്ന് ഞാൻ പോയപ്പോൾ ആൾക്കാരുടെ ആ ഒരു റിയാക്ഷൻ വന്നപ്പോൾ ഞാൻ കയറിയപ്പോൾ ഉണ്ടായിരുന്ന റിയാക്ഷൻ ശരിക്കും എന്നെ ഞെട്ടിച്ചു. ഞാൻ ശരിക്കും ഹാപ്പി ആയിരുന്നൊരു ദിവസമായിരുന്നു. അതിലെനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു കർണാടകക്കാരൻ ആള് മലയാളം സംസാരിക്കത്തില്ല. ആ ഓഡിയൻസിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ ഈ ഭാഷ അറിയത്തില്ല, പക്ഷെ എന്നെ അറിയാം. പുള്ളി അവിടെ വന്നിട്ട് ഗെയിം കാണാൻ വന്നായിരിക്കും, എന്നെ അറിയാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു ഓട്ടോഗ്രാഫ് മേടിച്ചൊരു മൊമെൻ്റ് ഉണ്ട്. അതെനിക്ക് ശരിക്കും ഇതായി. ലൈക്ക് ഒരു പക്ഷേ തുടങ്ങിയ സമയത്ത് മലയാള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാതെ ഒരു നാഷണൽ ലെവലിൽ ഇത് ചെയ്യാൻ നോക്കിയത് കൊണ്ടായിരിക്കാം അങ്ങനെ കുറച്ച് പേര് അന്ന് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കർണാടകയിൽ നിന്ന് ഒരാൾ മലയാള ഭാഷ അറിയാതെ അന്ന് വന്ന് ഇങ്ങനെ ഇത് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നി. അങ്ങനെ പല സമയത്തും ഈ എന്താ ആൾക്കാർ വ്യൂസിന് വേണ്ടി അല്ലാതെ ജെനുവിൻ ആയിട്ട് കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ട്. അത് ഭയങ്കര വലിയൊരു പ്രിവിലേജാണ്. അത് ഞാൻ ശരിക്കും ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് പറയും, അങ്ങനെ സപ്പോർട്ട് കിട്ടുന്നില്ല. കാരണം വളരെ കുറച്ച് പേര് അങ്ങനെ ഇത് ചെയ്തിട്ടുള്ളൂ.
അതും ഞാൻ എന്ന ഗെയിമറിലുപരി ഞാൻ എന്ന വ്യക്തിയെ എന്താ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ, അതെനിക്ക് എവിടെ പോയാലും കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തു പോകാന്നുള്ളതാണ് ഞാൻ എൻ്റെ ബെയർ മിനിമം കൊടുക്കാൻ പറ്റുന്നത്. അത് കമ്പനിയുടെ ഹുക്കാണ്. അതിനടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ മറന്നില്ല പറഞ്ഞു എൻ്റെ ഇപ്പോൾ. പക്ഷെ എനിക്കൊന്ന് ബിസിനസ്സിലേക്ക് വരുമ്പോഴും ഇത്ര ആളുകൾ കൂടെ ഉണ്ടാവും എന്നൊരു ധൈര്യം കൂടി ഉണ്ടാവില്ലേ? കാരണം നമ്മുടെ പാഷൻ എന്നതിനപ്പുറം ഇത്ര സ്നേഹിക്കുന്ന ആളുകളും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിന്റെ കൂടെ ഉണ്ടാവും. ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പം സൈക്കോ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇപ്പം നമ്മുടെ പേയ്മെന്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവര് ബ്ലൈൻഡ്ലി ആണ് അവിടെ ലൈക്ക് ഒരു ലൈക്ക് കണ്ണടച്ചിട്ടാണ് പൈസ എമൗണ്ട് കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്തത്. അപ്പം നമ്മൾ ഇത് ഫോർമാലിറ്റീസ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഓൺ സ്പോട്ട് പൈസ വരുവാണ്. ഇപ്പം നമ്മളിടയ്ക്ക് ലിമിറ്റഡ് എഡിഷൻ്റെ റോൾ ചെയ്ത സമയത്ത് നമ്മളിത് വിളിച്ച് പറഞ്ഞിട്ട് ബ്രോ ഫുൾ പേയ്മെന്റ് ആണെന്ന് പറഞ്ഞപ്പം ഓക്കെ പൈസ ഇട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് ഓൺ സ്പോട്ടാണ്. അപ്പം ആ ഒരു ട്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആരെയും പറ്റിക്കത്തില്ല, നമ്മൾ ജെന്യൂൻ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്, ആളുകൾ കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് ബിസിനസ്സിൽ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. കാരണം ആളുകൾ ആ ട്രസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പം അറിയാവുന്ന ആളുകൾ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അവർ കേൾക്കാനും സൈക്കോയുടെ ആണ്. ഇപ്പം റീസെൻ്റ്ലി ലാസ്റ്റ് ഡേ ഒരു PC നമ്മുടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പാർട്ട് നമുക്ക് കിട്ടാൻ ടൈം എടുത്തു. അപ്പോൾ പുള്ളിയുടെ അമ്മയ്ക്ക് ചെറിയൊരു പേടിയുണ്ട്, നമ്മൾ പറ്റിക്കുന്ന ടീമാണ്. അപ്പം പുള്ളി പറയുന്നത് സൈക്കോയുടേതാണ്, അങ്ങനെയൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു ഇതിലാണ് ലൈക്ക് ഡിഫെൻഡ് ചെയ്യുവാണ്, നമുക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യുവാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല, സ്റ്റോറി പറഞ്ഞില്ല, ഇപ്പോഴാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു അമ്മയുടെ ഒരു ഇൻട്രാക്ഷൻ മാത്രമേ പറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് ആ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ കോൺവെർസേഷൻ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ലൈക്ക് ആ ഒരു ട്രസ്റ്റ് ഫുള്ളി ബ്രാൻഡിന്റെ മണ്ടയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന വേലയ്ക്ക് ഭയങ്കര നമുക്ക് കേൾക്കുമ്പോഴും ലൈക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവരത്ര നമ്മളെ ട്രസ്റ്റ്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം പുതിയ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീസെൻ്റ് 1 year ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആ 1 year ആയിട്ടുള്ളൊരു ബ്രാൻഡിന് അവർ അത്രയും ട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളത് ഇത്ര നാളും സൈക്കോ ചെയ്ത് വെച്ചേക്കുന്നതിന്റെ ആ ഒരു പബ്ലിക്കലി ഈ കാര്യങ്ങളുടെ ആ ഒരു ഇതാണ്, എഫേർട്ടിന്റെ ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. നമുക്കൊരു ഫിസിക്കൽ സ്റ്റോർ ഇല്ല, വെബ്സൈറ്റ് നമ്മൾ ഇതാ പബ്ലിഷ് ആക്കിയിട്ടില്ല, ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വാല്യൂസ് എന്ന് പറയുന്നത് ആരെങ്കിലും തന്നതോ അല്ലെങ്കിൽ എവിടെന്നോ കൊണ്ടുവന്നോ അല്ല, നമ്മൾ ഇത്രയും നാൾ ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണിത്. ഒരു മനുഷ്യനെ അങ്ങനെ പറ്റിച്ചിട്ടില്ല. ചെയ്യുന്ന കാര്യം സ്ട്രേറ്റ് ഫോർവേഡാണ്. പല കാര്യങ്ങൾ ഈ സ്ട്രേറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് മാത്രം ബാക്ക്ലാഷ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതാണ് ശരി എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളും അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് എവിടെ പോയാലും ഹെൽപ്പ് ചെയ്യുന്നുള്ളൊരു കാര്യം അറിയാം. അത് ഈ സീറോ സിഗ്നലിൻ്റെ കാര്യത്തിലും അത് ഹെൽപ്പ് ചെയ്യുന്നുള്ള 100% കോൺഫിഡൻസ് ഉണ്ട്. കാരണം ചെയ്യുന്ന കാര്യം ഒരു മനുഷ്യനെയും പറ്റിക്കാതെയാണ് എന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ആ ട്രസ്റ്റ് ഫാക്ടർ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു സ്റ്റോറില്ല, വെബ്സൈറ്റ് ആയിട്ടില്ല എന്നുള്ളൊരു കാര്യമൊന്നും ആൾക്കാർ കൂട്ടാക്കുന്നില്ല. ഇന്ന ആളുടെ ആണ് എന്നുള്ളൊരു ഐഡന്റിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ എനിക്ക് ഭയങ്കര ഒരു വാശിയുണ്ട്. അതാണ് ഈ ഫിനാൻഷ്യൽ ഗെയിൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മണി ഭയങ്കര ഇൻഫ്ലുവൻസറാണ്. അത് ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ തലയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ രീതിയിൽ റിയാക്ട് ചെയ്യാന്ന് പറയുന്നൊരു ഇതുണ്ടാകും. ലൈക്ക് പൈസ ഉള്ളപ്പോൾ ഉള്ള സിറ്റുവേഷൻ ആയിരിക്കില്ല, പൈസ ഉള്ള സിറ്റുവേഷൻ പോലെ ആയിരിക്കില്ല പൈസ ഇല്ലാത്തപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. പൈസ വരിക എന്ന് പറയുന്നത് വല്ലാതെ നമ്മളെ വേറെ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ കൊച്ചിലെ തന്നെ ലൈക്ക് 18-19 years ആ ഒരു സമയത്ത് തന്നെ ഈ മണി ഫ്ലോയുടെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയായിരുന്നു, ഈ സ്ട്രീം ചെയ്ത് റവന്യൂ ജനറേറ്റ് ആയപ്പോൾ. അപ്പോൾ അതെങ്ങനെ മനുഷ്യനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ മുന്നിൽ ഞാൻ കണ്ടതാണ്. അത് കാരണം ഒരുപാട് എക്സ്പീരിയൻസ്, എനിക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ലൈഫ് ലെസൺ ആയിട്ടേ ഞാൻ എടുക്കുന്നുള്ളൂ. അല്ലാതെ അത് കാരണം ഇങ്ങനെയായി എന്നൊന്നും ഞാൻ പറയത്തില്ല. സിറ്റുവേഷൻസ് ഹാപ്പൻ, അതിൽ നിന്ന് പഠിക്കുക, അത്രേ ഉള്ളൂ. അത് ഞാൻ പഠിച്ചേക്കുന്ന കാര്യം പൈസ ശരിക്കും പൈസയുടെ അത്രയും മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ ഒരു എലമെൻറ്റും ഇല്ല. അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അതിൽ പെട്ടു പോകാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ എന്തെങ്കിലും ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം. ലൈക്ക് അങ്ങനെ മുകളിൽ എന്തെങ്കിലും ഒരു ആളോ എന്തെങ്കിലും ഒരു എൻറ്റിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ആകെ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം ഇങ്ങനൊരു ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ വീണ് പോകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യണേ. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വാല്യൂസ് കംപ്ലീറ്റ് ചെയ്യും. ഒരു ഉദ്ദേശിക്കാത്ത ലെവൽ ഓഫ് എമൗണ്ട് കിട്ടുമ്പോഴത്തേക്കും കണ്ണ് മഞ്ഞളിക്കുന്ന സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യമൊക്കെ വേസ്റ്റ് ആകും. അപ്പം അങ്ങനെ ആകാതിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രാർത്ഥന. അന്നൊരു ചെറിയ പ്രായമല്ലേ, 19 ഏജ് ഞാൻ നോണ പറയുന്നത് 2000 ബോൺ ആണെങ്കിൽ
ഏത് ഇയർ ആണോ അത്രയും വയസ്സാണ്. അപ്പൊ ആ ഒരു ഏജിൽ ഇത്രയും വലിയ എമൗണ്ട് വരുന്ന സമയത്ത് നമുക്ക് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയണ്ടാവില്ലല്ലോ. ഇല്ലല്ല, അപ്പൊ അതെങ്ങനെ ബാലൻസ് ചെയ്ത് ഇപ്പൊ പറയുമ്പോ അത് ഈസി ആയിട്ട് തോന്നുമെങ്കിൽ അതെങ്ങനെയാ? ഞാൻ നല്ലപോലെ ബാലൻസ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞ. എൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞ ഈ വീട്ടിൽ പറഞ്ഞ പോലെ ഞാൻ ഗെയിം കളിച്ചുണ്ടാക്കിയ എമൗണ്ട് ആയതുകൊണ്ട് അതിലൊരു കൺട്രോൾ അവർ വെച്ചിരുന്നില്ല. അച്ഛനും വെച്ചിരുന്നില്ല, അമ്മയും വെച്ചിരുന്നില്ല എൻ്റെ രീതിയിൽ ചെയ്യാൻ. അതുകൊണ്ട് അച്ഛന് പണ്ടൊരു സാമുറായി ഉണ്ടായിരുന്നു, സുസൂക്കി സാമുറായി, മറ്റേ വട്ട ഹെഡ്ലൈറ്റ്. അപ്പൊ എന്നെ അതിലിരുത്തിക്കൊണ്ടുള്ളൊരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വട്ട ഹെഡ്ലൈറ്റ് ഉള്ള ബൈക്കുകളോട് നല്ലൊരു ഇഷ്ടം തോന്നി. ഞാൻ ഇതിനു മുന്നേ ബൈക്ക് ഓടിച്ചിട്ടില്ല. അങ്ങനെ 2021 ഡിസംബറിൽ ഞാനൊരു ട്രയംഫ് എടുത്തു. ഈ ബൈക്കിനോടുള്ള ഒരു ഇഷ്ടം കാരണം എന്ന് വെച്ചാൽ ആ വട്ട ഹെഡ്ലൈറ്റിനോടുള്ള ഇഷ്ടം കാരണം ഞാൻ ആ ബൈക്ക് ഏകദേശം 700 കിലോമീറ്ററാണ് ഓടിച്ചിട്ടുള്ളൂ. കാരണം ഷോറൂമിൽ നിന്ന് ഇറക്കി 500 മീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് യൂട്ടേൺ എടുക്കാൻ നോക്കിയില്ല. ബൈക്കിൻ്റെ വെയിറ്റ് ഞാൻ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് എൻ്റെ കാലിൽ വന്ന് വീണ് മറ്റേ ബ്രേക്കിൻ്റെ ഒടിയുന്ന ഇതുണ്ടല്ലോ, അതൊക്കെ ഒടിങ്ങി അവിടെ തന്നെ പോയി. അപ്പോൾ അത് വല്ലാത്തൊരു ട്രോമയായിരുന്നു അങ്ങനെ വീണത്. പിന്നെ ഞാൻ ബൈക്ക് ഓടിക്കുന്ന ഒരാളാണോ അല്ല, ഞാൻ റൈഡ് പോയിട്ടുണ്ടായില്ല. ഞാൻ ബൈക്കും കൊണ്ട് ആകെ പോയത് എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഗോപിച്ചേട്ടൻ്റെ കടയിൽ അരി മേടിക്കാനായിരുന്നു. ലൈവിൽ അരി വാങ്ങൽ ഭയങ്കര പ്രശസ്തമാണ്. അത് വേറെ അരി. പക്ഷെ ഈ ബൈക്ക് കൊണ്ട് ഞാൻ എവിടെയും പോയിട്ടില്ല. അപ്പൊ അത് ഒരു റോങ് ഡിസിഷൻ ആയിരുന്നു. അത് ഒരു ഇമ്മച്യൂർ കാര്യമായിരുന്നു. മണി ഹാൻഡിൽ ചെയ്യാൻ അറിയാതെ ചുമ്മാ പെട്ടെന്നൊരു ഇത് വന്നപ്പോൾ എടുത്തൊരു കാര്യമാണ് അത്. പക്ഷെ എൻ്റെ തലയിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇത്ര കൊച്ചിലെ തന്നെ ഇത്രയും വലിയൊരു ബ്ലണ്ടർ കാണിച്ചല്ലോ എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് കരുതി ഞാൻ 100% ഇതായോ ഇല്ല. ഇപ്പൊ ഞാൻ ബൈക്ക് എടുക്കുന്നില്ല എന്നേ ഉള്ളൂ, വേറെ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. ബൈക്ക് എടുക്കരുത് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. എന്നിരുന്നാലും ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അത് വേറെ വിശ്വസിക്കുന്ന കാര്യം ലൈക്ക് പൈസ ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന കാര്യം ഇഷ്ടപ്പെട്ടാ ചെയ്യുന്നെങ്കിൽ വന്നോളും. അല്ലാതെ അത് ബോധർ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചു വെച്ച് അളന്ന് ഇത് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും ഞാനില്ല. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എൻ്റെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവർ നല്ല രീതിയിൽ അക്നോളജ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഞാൻ ആകെ താങ്ക്ഫുൾ ആകുക എന്ന് പറയുന്നത് പേരൻസ് നല്ല രീതിയിൽ എന്താ ഒരു ഗുഡ് പേരൻസ് ആയിട്ടാണ് നിന്നിട്ടുള്ളൂ. ഒരു മോശം എക്സ്പീരിയൻസ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പല കാര്യങ്ങളിലും അവർ കാണിക്കുന്ന സപ്പോർട്ട് ഈ ഒരു എന്താ ഇങ്ങനത്തെ ഒരു ഫാമിലിയിൽ ടിപ്പിക്കലി കാണുന്ന ഒരു രീതിയിലല്ല അവർ റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഗെയിം കളിക്കാതിരിക്കുന്നതാണേലും അത് കഴിഞ്ഞിട്ട് സ്ട്രീം ചെയ്യുന്നതാണേലും പല കാര്യങ്ങൾക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ടിപ്പിക്കലി ഒരു മലയാളം വീട്ടിൽ അല്ല കേരള വീട്ടിൽ കാണുന്ന ഒരു ഓഡിയൻസ് ഫാമിലി പോലെയല്ല റിയാക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് അവരുടെ പല ഇതും അവർ ഇപ്പോൾ അച്ഛനാണെങ്കിൽ തന്നെ കുറച്ച് ഒരു സോഷ്യൽ ഇമേജ് ഉള്ള ആയതുകൊണ്ട് ഞാൻ റെസ്പെക്ട് ചെയ്യണം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഡിസപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ട് എനിക്ക് നാട്ടുകാരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ ഞാൻ ചെയ്യണ്ടേ. അത് വീട്ടിൽ നിന്ന് തുടങ്ങണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ചാരിറ്റി ഞാൻ തന്നെ പറയും, ഞാൻ തന്നെ എന്നിട്ട് ട്രോളും. അല്ല, അച്ഛൻ പറയുന്നത് അതാണ്, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന്. മിക്കവാറും പറയത് വീട്ടില്. എനിക്കറിയാറില്ല എന്തിനാ ഇത് പറയുന്നത്. എനിക്ക് തന്നെ അനിനി ഫുഡ് കഴിക്കുമ്പോ ഞാൻ എന്റെ ചിക്കനൊക്കെ ആദ്യമേ എടുത്ത് കഴിച്ചിട്ട് അവന്റെ ഇങ്ങനെ നോക്കിയാണ് അവന്റെ ചോറ് ഫുള്ള് തീർത്തിട്ട് ചിക്കൻ കഴിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ എന്റെ വായി ഇങ്ങനെ ഇത് വന്നിരിക്കുമ്പോ അച്ഛൻ അവനോട് പറഞ്ഞു കൊടുക്കുന്നത് ചാരിറ്റി ബിഗിൻസ്. അപ്പൊ വീട്ടിലെ കോമഡി എല്ലാരും. അച്ഛന്റെ അമ്മയുടെ ആ ഒരു ഹ്യൂമർ സെൻസ് ആണ് എനിക്കും കിട്ടിയേക്കുന്നത്. അതാണ് ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾ ട്രോളും ആകുന്നത്. അമ്മ കുറച്ചുകൂടെ ഹ്യൂമർ സെൻസ് ഉള്ളേ, അച്ഛൻ കൂടുതലും ചളിയാണ്. അപ്പൊ അമ്മയുടെ ഒക്കെ നല്ല കോമഡിയാണ്. ഈ ഫാമിലി എല്ലാരും വെച്ചിട്ട് ഫാമിലി വെച്ചോണ്ട് ഒരു പരിപാടി ഞാൻ ചെയ്യില്ല. അവർക്ക് ആർക്കും താല്പര്യമില്ല. ആർക്കും ക്യാമറയുടെ മുമ്പിൽ വരാൻ താല്പര്യമില്ല. അന്യന് ഒട്ടുമില്ല. ഒരു രീതിയിലും എന്റെ ഐഡന്റിറ്റിയിൽ അവര് എവിടെയും ഒരു പ്രിവിലേജും എടുക്കാൻ നോക്കിയിട്ടില്ല. പക്ഷെ ആൾക്കാർ അറിഞ്ഞ് അവരെ ഇത് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ പാരന്റ്സ് പ്രൗഡ് അല്ലേ? ഇപ്പം ആദ്യം തുടക്ക സമയത്ത് എന്താ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കൂടെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് മകൻ ഇപ്പൊ ആളുകൾ അറിയുന്നു, അല്ലെങ്കിൽ മകനെ കുറിച്ച് സംസാരിക്കുന്നു, സക്സസ് ആവുന്നു, ചെയ്യുന്ന കാര്യത്തിൽ സക്സസ് ആവുന്നു പറയുമ്പോൾ പാരന്റ്സ് എന്നെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു സന്തോഷം, പ്രൗഡായിരിക്കും. ഉറപ്പായിട്ടും ചെയ്യുന്ന കാര്യം എന്താന്നുള്ളത് അനുസരിച്ചിരിക്കും പിന്നെ പ്രൗഡാണോ അതോ നാണക്കേടാണോ എന്നുള്ളതും. കാരണം ഇത് ലൈക്ക് ഒരു സോഷ്യൽ എന്താ ഇങ്ങനെ ഒരു വ്യൂവേഴ്സ് കാണുന്ന ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ വായിന്ന് വെള്ളി വീഴുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ
നമ്മൾ പറയുന്ന കാര്യം മോശമാണെന്നുണ്ടെങ്കിൽ ഇത് ഈ പ്രൗഢി പോലെ തന്നെ നാണക്കേടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. ലൈക്ക് ഒരു മകൻ എന്നുള്ള രീതിയിൽ ഞാനത് റെസ്പോൺസിബിൾ ആണ് ആ കാര്യത്തിൽ. അബദ്ധം പറ്റാതെ അവർക്ക് ഈ പറഞ്ഞ പോലെ നാണക്കേട് ഉണ്ടാക്കി വെക്കാതിരിക്കുക എന്നുള്ളത് ഞാനത് കെയർ ചെയ്യുന്ന കാര്യമാണ്. അത് എത്ര പേരത് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ഇമ്പോർട്ടൻ്റാണ്. ഞാൻ കാരണം അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളതാണ് എനിക്ക് കൊടുക്കാവുന്ന ബെയർ മിനിമം. അഗെയിൻ കാലം മാറി, ഇനി അങ്ങോട്ട് എൻട്രി മസ്റ്റാ. സ്കില്ലിൽ മുന്നിൽ നിൽക്കാൻ മുന്നിലുണ്ട് ഇൻ ഡിമാൻഡ് കോഴ്സുകൾ. എൻട്രി, ഡൗൺലോഡ് ദി ആപ്പ് നൗ.